നമസ്കാരമുണ്ട്. ബിജു അങ്കമാലി സ്പന്ദന ന്യൂസാണ്. ബിജു അങ്കമാലിയാണ്. ഇപ്പോൾ ഇവിടെ അങ്കമാലി ന്യൂസ് എന്ന് പറഞ്ഞ അങ്കമാലി ന്യൂസിൻ്റെ ഒരു സമ്മാന പദ്ധതി ഉണ്ട്. അതിൻ്റെ നറുക്കെടുപ്പിൻ്റെ ഇതാണ് അങ്കമാലി ന്യൂസ് സ്നേഹോപഹാരം. അങ്കമാലി ന്യൂസിൻ്റെ സ്നേഹോപഹാരം നടക്കുന്ന സമ്മാന പദ്ധതിയാണ്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള 12 പേർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കാണുന്ന സമ്മാനങ്ങൾ. 12 ഗിഫ്റ്റാണ്. ആ ഒരു അങ്കമാലി ന്യൂസ് എന്ന് പറഞ്ഞത് കണ്ടില്ലേ? അപ്പോൾ 12 സമ്മാനമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അങ്കമാലി ന്യൂസ് അത്ര സ്വപ്ന പരിപാടിയാണ്. കാരണം ഇത്രയും പ്രായത്തിലും എത്ര 55 വയസ്സാണ്, 60 വയസ്സില് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷം. ഓക്കെ അറിയാം. നമസ്കാരം. തകർക്കാല്ലേ? അങ്കമാലി ന്യൂസ് തകർക്കുന്ന ഇറങ്ങിയ ഞാൻ പറഞ്ഞു നോക്കാം. മുൻ മന്ത്രി ജോസ് തെറ്റയിൽ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ജോസേട്ടനോട് വരാണ്ട് ഫാൻ്റെ സൗണ്ട്. ഫാൻ നിർത്തിയേ. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോൾ, മുൻ പ്രസിഡന്റ് ചെയർമാൻ മാത്യു തോമസ് സാർ, മറ്റ്
വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ജോണി കുറിയാക്കോസ്, മറ്റ് കൗൺസിലർമാരെ, മാധ്യമപ്രവർത്തകരെ, നാട്ടുകാരെ, നമ്മുടെ അങ്കമാലി ന്യൂസ് എന്ന ഒരു ചാനൽ തുടങ്ങി നമ്മൾ അങ്കമാലിക്കാരിലും മറ്റ് അടുത്തുള്ള മറ്റ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയും മൊത്തം നമ്മുടെ അങ്കമാലിയുടെ വിശേഷങ്ങൾ അറിയിക്കുവാൻ ഗെയിൻ എന്ന നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകൻ ഇതിനൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു സമ്മാനമായി അദ്ദേഹം ഒരു ഓണസമ്മാനങ്ങൾ നൽകാനായിട്ട് പുള്ളി അതിനൊരു നിമിത്തമായി. അപ്പോൾ അതിൽ എനിക്ക് സ്വാഗതം പറയുക എന്ന ഒരു കടമയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. പ്രത്യേകമായി ഗെയിന് പ്രത്യേകം ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ സാറിന് ഈ അങ്കമാലി ന്യൂസിൻ്റെ സ്വാഗതം അറിയിക്കുന്നു. മുൻ ചെയർമാൻ മാജോ സാറിനും നമ്മുടെ അങ്കമാലി ന്യൂസിൻ്റെ പേരിലുള്ള സ്വാഗതം അറിയിക്കുന്നു. വ്യവസായി പ്രസിഡന്റ് ജോണി കുറിയാക്കോസ് സാറിനും നമ്മുടെ അങ്കമാലി ന്യൂസിൻ്റെ പേരിലുള്ള സ്വാഗതം അറിയിക്കുന്നു. നമ്മുടെ BJPയുടെ രഘു സാറിനും നമ്മുടെ സാറിന് അറിയിക്കുകയാണ്. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മറ്റുള്ള കൗൺസിലർമാരും മറ്റുള്ള മാധ്യമ പ്രവർത്തകർക്കും നാട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ കടമ ഞാൻ നിർവഹിച്ച് ഹലോ പ്രിയമുള്ളവരെ, ഞാനൊരു ചെറുതായിട്ടൊരു അങ്കമാലി ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഏകദേശം അതിനകത്തൊരു 372 പേരുണ്ട്. ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പുതുമയ്ക്ക് വേണ്ടി എല്ലാവർക്കും അതിനകത്തുള്ള ഒരു 12 പേർക്ക് നറുക്കിട്ടിട്ട് ചെറിയൊരു പ്രോത്സാഹന സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞു. പലരും ചെന്ന് കഴിഞ്ഞപ്പോൾ റെസ്പോൺസൊക്കെ ചെയ്തിരുന്നു. പിന്നെ എടുത്തു പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനി മാഡം ഞാൻ ഡെയിലി വിളിക്കാറുണ്ട്, എനിക്ക് ഉപദേശങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. ചെയർമാനും മറ്റെല്ലാവരും എന്നോട് വളരെയധികം കോപ്പറേറ്റ് ചെയ്യുന്നു. എച്ച് മാഡം, മാഡം റീത്ത മാഡം എല്ലാവരും എനിക്ക് സഹകരിക്കാറുണ്ട്. പിന്നെ ചാനലുകാരും പിന്നെ സഹായിക്കാറുണ്ട്. എൻ്റെ ഇടയ സംഭരണത്തിന് ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും ഞാൻ അങ്കമാലി ൂറ് അംഗങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. അതിൽ 12 പേര് ആരാണ് ഭാഗ്യശാലികൾ എന്നറിയില്ല. ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഏതായാലും ഈ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. ഈ പ്രവർത്തനങ്ങൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഏതായാലും ഇനിയും ഗെയിൻ്റെ ചാനൽ ഉത്തരോത്തരം പുരോഗമിക്കട്ടെ, വളരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിരിക്കും. ആശംസ. ബഹുമാന്യരെ, അങ്കമാലി ന്യൂസ് എന്ന പേരിൽ നമ്മുടെ എല്ലാം പ്രിയങ്കനായ ഗെയിൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഈ നഗരത്തിലെ പ്രധാന വിശേഷങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഒരു ആരംഭം കുറിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ളവരിൽ നിന്നും നറുക്കെടുത്ത് 12 പേർക്ക് ഒരു പ്രോത്സാഹന സമ്മാനവും പെണ്ണുജോയി കൊടുക്കുന്ന ചടങ്ങാണ് അവിടെ സംഘടിപ്പിക്കുന്നത്. ഇത് സംഘടിപ്പിച്ച ഗെയിമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഗെയിമിൻ്റെ എല്ലാ പരിശ്രമങ്ങൾക്കും അതുപോലെ നഗരത്തെ കൊണ്ടുപോയി നമ്മുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയുണ്ടാകുന്നു. ചെയർമാൻ, മുൻ ചെയർമാൻ ജോസേട്ട, രഘു, ഗെയിൻ, ഉളച്ചൻ, പ്രിയമുള്ളവരെ, ഞാൻ പേരുകൾ പറയണ്ട. പ്രിയമുള്ളവരെ, ഈ ഓൺലൈൻ അങ്കമാലി ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു മീഡിയ ആരംഭിച്ചിരിക്കുകയാണ് ഗെയിൻ. നമുക്കറിയാം, പണ്ട് നമ്മൾ റേഡിയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ടെലിവിഷൻ ഒക്കെയാണ് ന്യൂസ് അറിഞ്ഞിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, കാലം മാറി. ഡിജിറ്റൽ യുഗത്തില് എല്ലാവരും ഈ ഓൺലൈൻ മീഡിയ ഒരുപാട് വന്നേക്കാണ്. അപ്പൊ നമ്മുടെ ഗെയിൻ അങ്കമാലി ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പറഞ്ഞാൽ അങ്കമാലിന്റെ മുക്കിലും മൂലയിലും ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും അപ്പം റിപ്പോർട്ട് ചെയ്യുന്നു.
അപ്പൊ ഏതായാലും അദ്ദേഹത്തിന്റെ ഓൺലൈൻ ഇതിന് മീഡിയക്ക് എല്ലാവിധ ഭാവങ്ങളും തരുന്നു. അദ്ദേഹം ഓണമായിട്ട് ഇങ്ങനെ നല്ലൊരു പരിപാടി അറേഞ്ച് ചെയ്ത് കുറെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നു. അദ്ദേഹത്തിന് ഓൺലൈൻ മീഡിയക്കും ഗെയിനും എല്ലാവിധ ഭാവങ്ങളും നൽകുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ജോർജേട്ടൻ പറഞ്ഞ പോലെ അങ്കമാലിയുടെ മുക്കിലും മൂലയിലും ഓടി നടന്ന നമ്മുടെ വാർത്തകൾ അത് ദിവസങ്ങൾ നടക്കുന്ന വിശേഷങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അങ്കമാലി ന്യൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഗെയിൻ അദ്ദേഹത്തിന് ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അതിൽ ഗെയിമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൃത്യമായ വാർത്തകൾ മാത്രമേ ഗെയിം കൊടുക്കുള്ളൂ. പലയിടത്തും വിശ്വസ്തതയില്ല ഈ സോഷ്യൽ മീഡിയയിൽ. അതിന് വ്യത്യസ്തമായിട്ട് ഗെയിം വളരെ വിശ്വസ്തമായ വാർത്തകൾ മാത്രമേ കൊടുക്കുള്ളൂ. പരമാവധി പോസിറ്റീവ് വാർത്തകൾ കൊടുക്കാനായിട്ട് ഗെയിം ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഗെയിമിന്റെ പ്രത്യേകത. ഞാൻ കണ്ടത് അതാണ്. ഇന്നിപ്പോ സമ്മാനം കൊടുക്കുന്നത് തന്നെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ആളുകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അതിലൂടെ വാട്സാപ്പ് ഗ്രൂപ്പ് കൂടുതൽ വളരാൻ, അതിലൂടെ കൂടുതൽ ആളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുക എന്നാണ് ഗെയിം ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് കടന്നു വന്ന ഗെയിനും ഇവിടെ വന്നുള്ള എല്ലാവർക്കും പ്രത്യേക ഓണാശംസ നേർന്നുകൊണ്ട് വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ ഗെയിൻചേട്ടൻ ആദ്യമായിട്ട് ഒരു സംരംഭം തുടങ്ങിയതാണ് അങ്കമാലി ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഗെയിൻചേട്ടൻ എന്നെ സമീപിച്ചിരുന്നു, ഷൈനി നമുക്ക് ഈ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയിലുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു നറുക്കെടുപ്പ്, ഓണവുമായി ബന്ധപ്പെട്ട ഒരു നറുക്കെടുപ്പ് ഓണസമ്മാനം കൊടുക്കാൻ ഒരു ആഗ്രഹമുണ്ട്, അതിനെന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടനൊരു കാര്യം ചെയ്യാം, അത് നമ്മുടെ അങ്കമാലി വ്യാപാര വ്യവസായികളുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ജോണി ചേട്ടനെ ചെന്ന് കണ്ട് സമീപിച്ചാൽ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അവിടുന്ന് തരും. നഗരസഭയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചെയർമാനെ കണ്ട് സമീപിക്കുക. അപ്പൊ ചെയർമാനിൽ നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കും. പിന്നെ ഇതിന് ഗിഫ്റ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ അങ്കമാലിയിൽ തന്നെയുള്ള നമ്മളെ നല്ല സ്ഥാപനങ്ങളിൽ ചെന്ന് ചേട്ടൻ അവരോട് സംസാരിച്ച് അവരിൽ നിന്ന് ഇന്നത് വേണമെന്ന് ആവശ്യപ്പെടേണ്ട, അവരുടെ നല്ല മനസ്സിൽ നിന്ന് നമുക്ക് എന്താണോ കിട്ടുന്നത് അത് നമുക്ക് വാങ്ങി നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് നറുക്കെടുത്ത് അത് കൊടുക്കാവുന്ന ഒരു സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഗെയിൻചേട്ടൻ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ഓടി നടന്ന് ഈ മൊമെന്റ് തയ്യാറാക്കിയതും ഈ ഗിഫ്റ്റുകൾ ശേഖരിച്ചതും എല്ലാം ഗെയിൻചേട്ടൻ തന്നെയാണ്. അപ്പൊ എല്ലാ ദിവസവും എന്നോട് വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഈ സ്ഥലം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജോണിച്ചേട്ടനെ ചെന്ന് സമീപിക്കുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചാണ് ഇവിടെ ഇങ്ങനെ അസോസിയേഷൻ. അതെ, എന്നാലും പ്രസിഡന്റ് ജോണിച്ചേട്ടനാണല്ലോ, പിന്നെ പോളിസിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ നല്ലൊരു മനസ്സിന്റെ പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതിന് ഗെയിൻചേട്ടന് പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകുകയാണ്. ഇത് മറ്റുള്ള മാധ്യമക്കാർക്ക് ഒരു പ്രചോദനം കൂടി ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഈ നറുക്കെടുപ്പ് വിജയികളെ കണ്ടെത്തി നല്ല രീതിയിൽ ഇതിന്റെ തീരുമാനങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഗെയിൻചേട്ടന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. ഞാൻ ഗെയിൻ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് പോലും ഞാൻ ചോദിക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം ഗെയിനുമായിട്ടുള്ള ബന്ധമല്ല എൻ്റെ ബന്ധം. ഗെയിൻ്റെ അപ്പൻ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞത്, വേറെ കാര്യമൊന്നും പറഞ്ഞ കാര്യം. അപ്പൻ അങ്കമാലിയുടെ വികസന സമിതിയെ കുറിച്ച് 50 കൊല്ലം മുൻപ് അല്ലെങ്കിൽ 60 കൊല്ലം മുമ്പ് വളരെ കൺസേൺ ആയിട്ടുള്ള ആളാണ് ശിവന്. കൺസേൺ ആയിട്ടുള്ള ആളാണ് റെയിൽവേ സ്റ്റേഷൻ, അങ്കമാലിയുടെ ഈ റോഡുകളുടെ കാര്യത്തിൽ, താലൂക്ക്, സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ സംഗതികളെ കുറിച്ച് ഏറ്റവും ആദ്യമായി അങ്കമാലിക്ക് ഐഡിയ പ്രദാനം ചെയ്ത, അത് സ്ഥിരമായി കാണുകയും നിവേദനം നൽകുകയും ചെയ്ത ഈ റെയിൽവേ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അല്ലാതെ ബന്ധം എനിക്ക് വേറെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ളൊരു ബന്ധമാണ്. വളരെ കൺസേൺഡാണ്. അത് വളരെ അങ്കമാലിയെ കുറിച്ച് വളരെ ഏറ്റവും കൂടുതൽ കൺസേൺ തുടക്കത്തിൽ എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഫിലിപ്പൈനിലേക്കാളും മുൻപ് ഞാൻ വേണ്ടി പറയാം അത്തരത്തിലുള്ള ആളാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഗെയിൻ വന്നപ്പോൾ എന്തിനാണെന്ന് ചോദിക്കാറില്ല. ഗെയിൻ വിചാരം പോകും മാത്രമേ ഇവിടെ നോക്കാണ്ട് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി ചോദിക്കാൻ നിന്നിട്ടില്ല. എന്തായാലും നല്ല സംരംഭമാണ്. പിന്നെ ഒരു കാര്യം, ഒറ്റ കാര്യം പറയുന്നത്, ഇതൊരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഇപ്പോൾ ഒന്ന് സത്യവും അസത്യവും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയല്ല ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ.
ഓരോരുത്തർക്ക് വേണ്ടി ഓരോ വേർഷൻസ് വരാം, ശരിയും വരാം, തെറ്റും വരാം, എല്ലാം വരാം. അതിന് നിന്ന് കൊടുക്കാതിരിക്കാൻ സാധിക്കുമെങ്കിൽ അതായത് മുന്നോട്ട് പോകുക എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. പിന്നെ അതിനകത്തുള്ള കാര്യം ഇതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നടക്കണേന് ഇത് എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും നിങ്ങളെ ആൾക്കാർ നമ്മുടെ ഉള്ള ആൾക്കാരെല്ലാം നല്ല ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇത് കൊണ്ടുനടക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഗെയിൻ്റെ ഒരു കാര്യം പറയാം, ഗെയിൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഗെയിൻ ഇങ്ങനെ 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 ഒരു സ്ഥലത്ത് കിടക്കിടെ പോയി ഇങ്ങനെ ആ കാര്യം പറ്റില്ല. ഒരിക്കലും എല്ലാ സാധനവും ന്യൂസും കണ്ടെത്തുന്ന ഒരു പണി കൂടി ഇന്നല്ല ഭക്ഷണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവിധ ഭാവങ്ങളും സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എല്ലാം ഓണാശംസകൾ. ഒരു സൈഡിലേക്ക് ഒരു സൈഡിലേക്ക് ഇതിന്റെ അപ്പനവര് പറഞ്ഞില്ല ആയില്ല 3 എല്ലാത്തിനും എടുക്കണം. ഇങ്ങനെ വെക്കണ്ടേ? അത് 6 അപ്പത്രേ 3, 6, 7 367. 360 അടുത്തുണ്ട്. ഞാൻ അടുത്ത 2. ഇപ്പൊ നമ്പർ എഴുതിയാൽ മതി ചേട്ടൻ. സമ്മാനം നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ നമ്പർ എഴുതിയാൽ മതി. 0. അടുത്ത അതൊരു ഇത് കൊടുക്ക്. അത് കൈ പിടിക്കണം. അതെത്രയാ? 9. ഒരെണ്ണോടി 5. അപ്പൊ 95. ഓക്കെ, അടുത്ത 0. എട്ട്. 1. 81. ഞാൻ അടുത്ത ആള് 0 മാത്രമേ ഉള്ളൂ. 5. അടുത്ത ഞാൻ ജോണിച്ചേട്ടൻ 0. ഈ 0 ഉള്ളതില്ല. ഈ 0 ഓർഡർ ഉള്ളതില്ല. 1. ആറ്റടിയിലേക്ക് 3. അടുത്തേട്ടാ വന്നവർക്ക് എല്ലാവർക്കും ഒരു ഒരുമിച്ച് തന്നു പറഞ്ഞോ. എന്റെ സുഹൃത്തുക്കൾക്കും പിന്നെ എന്റെ ഇഷ്ടകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത 3. ഒന്ന്. 6. 0. ചായ കൊടുക്ക്. പോണവർക്ക് ചായ കൊടുക്ക്. 59. 9.
രണ്ട് എന്റെ മോനല്ല ഞാൻ ചെന്നു അവിടെ എന്റെ അളിയന്റെ മണ്ട് അത് കറക്റ്റില്ലാണ്ട് രാഹുൽ സജീവ് അവൻ അവാർഡ് തന്നെയാണ് ഫസ്റ്റ് അവാർഡ് തന്നെ അവനെ ചെന്നെന്ന് എടുത്തോ വേറെ ആളെടുത്തോ ഒരെണ്ണം എടുക്ക് പ്രസിഡന്റ് ഒരെണ്ണം എടുക്ക് ഇനി അടുത്ത ഹിയറിംഗ് കൊടുക്കാം അവനോട് സ്ഥലത്തുണ്ട് എന്റെ സ്ഥലത്തില്ല എന്നാലും സമയത്തൊക്കെ വരാവുന്നതാണ് ഹൈദരാബാദിലാണ് എടുത്തോ ജോബോളോട് എടുക്കടാ ഈ ജോബോളോട് എടുപ്പിക്കും അല്ലെങ്കിൽ ചേച്ചോട് എടുപ്പിക്കും പിന്നെ 9 ലാസ്റ്റിലത്തെ 2 ഓ നീ ആള് ഫസ്റ്റ് വന്നില്ലേ 367 ആ നമ്പർ ഇല്ല ഇല്ല. അപ്പൊ ആ ഫസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഓക്കെ എടുത്തോ അടുത്തോ ഒരു കുൽക്കോ ഓൺലൈൻ മീഡിയ ഇതൊക്കെയാണ് ഒന്ന് ചെയ്തപ്പോ ചെയ്തുണ്ടോ 2 പെലാനോയ 1 2 3 4 5 6 7 8 9 10 11 12 ഓക്കെ ചായ കൊടുക്ക് ചായ കടി കൊടുക്ക് അംഗൻവാടി അസോസിയേഷന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. അതൊക്കെ ഇതിൽ തന്നെയാണ് ഒറ്റപാട് തന്നെയാണ് ഇത് 2 ആഴ്ച വിട്ടു ഞങ്ങളുടെ പാടും അജിതയുടെ മതം പോയി ബാക്കി ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഇതിനൊക്കെ ഗിഫ്റ്റുകളാ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള സമ്മാനങ്ങളാട്ടോ ബ്യൂട്ടി പാർലർ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കിലേക്ക് പിന്നെ ഓപ്പോസിറ്റ് വന്നത് നിങ്ങളുടെ കോൺസെൻസ് കോളേജിന്റെ കുറച്ച് ഇപ്പുറത്തേക്ക് പിന്നെ നമ്മുടെ ബസ്സിലേക്ക് വന്നിട്ട് അങ്ങനെ പിന്നെ നമ്മൾ താഴേക്ക് കാൻകൂറിലേക്ക് താഴേക്ക് ഇറങ്ങും ഗോപുരത്തേക്ക് കുറ്റന്മാരുടെ വീട് അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ കാൻകൂർ കമ്പനിയിലേക്ക് ചായ കുടിക്കില്ല മതി ചായ വളർത്തണ്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡില് സൈഡ് തുടങ്ങി അതായത് റൈറ്റ് സൈഡ് ഇപ്പുറത്തെ സൈഡ് തുടങ്ങി 10 രൂപ കൊടുക്ക് കടി കൊടുക്ക് ചായ മാത്രം കൊടുക്കാണ്ട് ആർക്കും കടി ആ കടി എടുത്ത് കൊടുത്തറാ എടാ അവർക്ക് കടി എടുത്ത് കൊടുത്തറാ എല്ലാവർക്കും കൊടുക്ക് കടി അപ്പൊ ആദ്യം കഴിക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ എന്റെ ഒപ്പം നമ്മൾ കഴിക്കണ്ട കാരണം താമസിക്കുന്നെങ്കിൽ നമുക്ക് മേടിച്ചിട്ട് വരും അപ്പൊ ഇവരുടെ വീട് ആണെങ്കിൽ നമ്മുടെ വാർത്ത അല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അകം തുടങ്ങി ഇങ്ങോട്ടേക്ക് അതായത് ഞാൻ ചോദിക്കുന്നത് അജിതയുടെ പാടിയിരുന്നു ഇൻസ്റ്റഗ്രാമും പോയി റെയിൽവേ സ്റ്റേഷനിലേക്ക് വഴി നമ്മുടെ റൈറ്റ് സൈഡും പോയി അപ്പൊ ഞാൻ നേരത്തെ ചെയ്തത് മുണ്ടാറിന്റെ വീട് അപ്പുറത്തെ ചേട്ടൻ സ്റ്റേഷനറി പഴയ പുതിയതിലേക്ക് പോകും പഴയ
26 ആ ഭാഗത്തേക്ക് നറുക്കെടുത്തേര് പ്രൈസുള്ളവർ ഇവിടെ കൂടിക്കണവർ ആരുമില്ല. ഒക്കെ ആ പേര് ഒന്ന് അനൗൺസ്മെന്റ് ചെയ്യാമോ? ആരൊക്കെയാന്നുള്ളത് പേര് അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. ആ ആളുടെ പേര് ഒന്ന് പറയുകയാണെങ്കിൽ 12 തന്നെ അത് നമ്പർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ ഒരു പേര് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് അടിച്ചതെന്നുള്ളത് അനൗൺസ്മെന്റ് ചെയ്യാൻ വേണം. ഞങ്ങളുടെ ഒരു ഭാഗം മൊത്തം പള്ളിയുടെ സൈഡും ബാക്കി ഒരു അര ഭാഗത്തിന് താഴെ കണ്ട് നിങ്ങളുടെ വന്നേക്കണം. 12 പേരെ പേര് ഇത് 5 യൂണിറ്റ് നമ്പറും 1 യൂണിറ്റ് 2 യൂണിറ്റിന്റെ പകുതി നമ്മുടെ അല്ലേനെ ഇത് അല്ലേനെ ഇത് എന്നിട്ട് ഓരോന്ന് പറഞ്ഞാൽ മതി. അല്ല അത് ഓരോരുത്തരുടെ പേര് ചെയ്താ അതിന് നേരെ നമ്പർ ചെയ്താ ഫസ്റ്റ് എല്ലാം കൂടി ഒന്ന് പറഞ്ഞ് അതെന്നെ എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി റെഡിയാക്കി സന്തോഷം. അതെ ഇതെന്താണ്? ഈ മൊമെന്റോ ഈ പ്രൈസിന്റെ ഇതിന്റെ കൂട്ടത്തില് അത് അങ്കമാലി ന്യൂസിന്റെ മൊമെന്റോ. ഒരു സന്തോഷം. അപ്പൊ ഈ നറുക്ക് എടുത്തു കൊടുക്കൊന്നും ഇല്ലാവോന്ന് ചോദിച്ചു. അതിന് ചായ കുടിച്ചില്ലേ? ചായയും മറ്റേ കൂടുതൽ കഴിച്ചോട്ടെ. അപ്പൊ ശരി പോട്ടെ. എന്റെ നമ്പർ അയച്ചിട്ടുണ്ടോ? ജോസഫേട്ടൻ തിരക്കിലായി പോയി എടുക്കാൻ പറ്റാതെ. ഞാൻ ചായ കുടിക്കില്ല. ചായ കുടിക്കുന്ന സാധനം ഷുഗറിനല്ല ചായ കുടിക്കാൻ പാടില്ല. ഇത് 3 വിഷം പാലും ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെ വിഷമാണ്. ആകെ മദ്യം കിട്ടാൻ അത് കുഴപ്പമില്ല. അത് എനർജി അതിനകത്ത് എല്ലാം പെട്ടിട്ടുണ്ടല്ലോ. ജീസന്റെ കിട്ടിയിട്ടുണ്ട്. അമുണ്ടാണ് ജീസന്റെ എന്റെ പ്രസംഗം എഴുതി വേഗം ഇത് എന്നാലും ഇതൊക്കെ ഇങ്ങനെ പഠിക്കണേ. എല്ലാരും ചെയ്ത് പഠിച്ചിട്ടൊന്നല്ല പിന്നെ അത് അടുത്ത പ്രാവശ്യം നീ ചെയ്യും. കൗൺസിലില് അവൻ കൗൺസിലില് മറ്റേ മഞ്ഞൂരടക്കി വെച്ചാൽ പോയി ശരിയെന്ന് പറഞ്ഞ ആര് പറഞ്ഞു ശരി. നമ്മുടെ ഓർഡർ കാര്യം പറഞ്ഞതല്ലേ? 2023 നടക്കണ കാര്യമാണ്. അത് ശരി ശരി എന്ന് പറഞ്ഞു പറയാം. അത് ആദ്യത്തെ വർഷമൊക്കെ ക്ലീൻ ചെയ്തു.
ഏതാ അത് ചുരിദാർ. ഇവിടെ കിട്ടിയ സമ്മാനത്തിന്റെ 1 മുതൽ 12 വരെയുള്ള സമ്മാനത്തിന്റെ വിധികർത്താക്കളുണ്ട്. അതില് സമ്മാനം കിട്ടിയൊരു 302, 95, 81, 85, 13, 316, 98, 59, 256, 53, 196, 200 അങ്ങനെ 12 പ്രൈസുകളാണ്. പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ജയൻ ചേട്ടൻ വിളിച്ച് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. 2 ദിവസത്തിനുള്ളിൽ പുള്ളി പറയുന്ന സ്ഥലത്ത് ഗ്രൂപ്പിലിടും, അവിടെ കൊണ്ടു കൊടുക്കും. ഓക്കെ അല്ലേ? ഇവിടെ കടകളെല്ലാം പറയാൻ എവിടെ പറയാ കടയുടെ പേര്? ന്യൂ സ്റ്റേപ്പ് ഫുഡ്വെയർ. എവിടെയാ സ്ഥലം പറഞ്ഞു? പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ റോഡ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അവിടെ ആ ചേട്ടന്റെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഫുഡ്വെയറിൽ ചെന്ന് കഴിഞ്ഞാല് നിങ്ങളുടെ സമ്മാനം അവിടെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും എത്തുക, 2 ദിവസത്തിനുള്ളിൽ എത്തുക. ഓക്കെ. ഫസ്റ്റ് ഫസ്റ്റ് പൈസ ഇല്ലാത്ത ആള് ഐബൽ ഏലിയാസ്, പപ്പാശ്ശേരിയില്ല, പപ്പാശ്ശേരി ഏലിയാസ്, പിന്നെ ജോബി പോള്, ജിജു മുണ്ടാടൻ, പിന്നെ ജൂഡൻ, പിന്നെ അനക്സ്, പിന്നെ അനക്സ് മറ്റേ സിൽവാൻ ടൈൽസ് കേലോട് പഠിച്ചിട്ടില്ലേ? ജോസ് തുറവൂര്, പിന്നെ ജോർജ് കെന്നഡി, പിന്നെ ആര്യ SME. ആര്യ എന്നൊന്ന് SME. ആ പുള്ളിയുടെ കയറോപ്പിട്ടുള്ളതാണ്. പിന്നെ ഫോർട്ട് ന്യൂസ് അവർക്കും കിട്ടിയാ? അതാരത്? ഫോർട്ട് ന്യൂസ് ആരാ? ഒരു ചാനലുണ്ട് അതല്ലേ? ആ നമ്പർ മേടിച്ചെടുക്കണോട്ടോ. ഗ്രൂപ്പിലുണ്ടല്ലോ. പിന്നെ സുനിൽ കീർത്തന, പിന്നെ സൂര്യ പൊന്നൂസ്. മറ്റേ വ്യാപാരി വ്യവസായികളുടെ എത്രയത് ഫോർട്ട് ന്യൂസിന്റെ നമ്പർ 53. ഫോൺ നമ്പർ 53 തന്നെ 9947381818.